എനിക്ക് സത്യം പറഞ്ഞൊരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടിയതാണ്. ഇപ്പോഴും എനിക്ക് അവിടെ ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് എനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു മദർഹുഡ് എൻജോയ് ചെയ്യണം വേണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളായിരുന്നു. അപ്പോൾ അത് കൂടുതൽ എൻജോയ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിൽ നിന്നേ ഉള്ളൂ. എനിക്ക് ആദ്യം മുതലേ അങ്ങനെ തന്നെയായിരുന്നു. ചേച്ചി തീരുമാനിച്ചിരുന്നു? അതെ അതെ. എനിക്ക് കല്യാണം കഴിക്കുന്നത് തന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ്ലി എനിക്കൊരു കുട്ടി വേണം എന്നുള്ളതുകൊണ്ടാണ്. എനിക്ക് ഒരു കുട്ടിയല്ല, നിറയെ കുട്ടികൾ വേണം എന്നായിരുന്നു. പക്ഷേ ഭഗവാൻ ദക്ഷിണ തന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അപ്പോൾ എനിക്കത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ നല്ലോണം എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പോഴും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ദക്ഷ വലിയ കുട്ടിയായി. അതെ, സത്യം. അപ്പൊ ചേച്ചിക്ക് ഇനി അവന്റെ കാര്യം നോക്കാൻ ചെന്ന് ഞാൻ പറയാം അമ്മ ഒന്ന് മാറി നിൽക്ക് എന്ന് പറയുന്ന ലൈനിലേക്ക് എത്തിയില്ലേ? കുറച്ച് അങ്ങനെ ആയി തുടങ്ങി. കുറച്ച് ഇല്ല അമ്മ ഞാൻ ചെയ്തോളാം, അമ്മ വേണമെങ്കിൽ പൊക്കോളൂ, അങ്ങനെയൊക്കെ ആയി തുടങ്ങി. പക്ഷെ അത് ഇപ്പോഴാണ് ആയി തുടങ്ങിയത്. 10th കഴിഞ്ഞോടുകൂടിയാണ്. പക്ഷെ സ്റ്റില് ഞാൻ വിചാരിക്കും ഇത്ര വലുതായില്ലേ, ഇനിയിപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഓരോ പ്രായത്തിൽ അതിൻ്റെതായ ശ്രദ്ധ കുട്ടികൾക്ക് വേണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇപ്പോൾ ബിജുവേട്ടനാണെങ്കിലും ദക്ഷ ആണെങ്കിലും ഞാൻ അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് അവർക്ക് മാത്രമേ തോന്നുന്നുള്ളൂ. ബിജുവേട്ടൻ എവിടെ പോണ്ടെങ്കിലും ഞാൻ അറിയും, ദക്ഷ എന്ത് ചെയ്യണ്ടെങ്കിലും ഞാൻ അറിയും. പക്ഷെ ഞാൻ ചിലപ്പോൾ അത് ചോദിച്ചോന്ന് വരില്ല. അതെ അതെ അതെ, അത് ബിജുവേട്ടൻ അറിയാം. ഞാൻ എങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ, എനിക്കത് അറിയും. എനിക്കത് അറിയണം എന്നൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ അത് എന്ത് ചെയ്താലും ഞാൻ അറിയും. അതെങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ പിന്നെ മാത്രമല്ല ബിജുവേട്ടൻ അതുകൊണ്ട് വിരോധവുമില്ല. എന്താ വെച്ചാൽ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒക്കെ ബിജുവേട്ടന് ഇഷ്ടമുള്ളത് ബിജുവേട്ടൻ ചെയ്തിട്ടുള്ളൂ ഇന്നേ വരെ, അങ്ങനെ തന്നെ ചെയ്യുള്ളൂ ഇനിയും. പക്ഷെ ദക്ഷ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കണ്ണ് വേണം എപ്പോഴും. എന്തെങ്കിലും ഒന്ന് ചില സമയത്തൊക്കെ ഞാൻ മിണ്ടാണ്ടിരുന്നു വെച്ചാലും ചിലപ്പോൾ ചില സങ്കടങ്ങൾ വരും, ഈ പ്രായത്തിലുള്ള ചില ഇൻസെക്യൂരിറ്റീസ് ഒക്കെ വരാം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അപ്പുറത്തുണ്ട് എന്നുള്ളത് കുട്ടികൾക്കൊന്നും അറിഞ്ഞാൽ മതി. അതിന് നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. അത് അവർ തന്നെ പിടിച്ചു കയറി മുകളിലേക്ക് വരേണ്ടതാണ്. ഒരു ചെറിയ സങ്കടമോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ. പക്ഷെ നമ്മളിവിടെ ഇപ്പുറത്ത് സപ്പോർട്ട് ചെയ്യാനുണ്ട്. അല്ല ചേച്ചി, എപ്പോഴെങ്ങനെ അമ്മ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ്, മോനോ ഭാര്യ ശ്രദ്ധിക്കുന്നില്ല കംപ്ലൈന്റ് ഭർത്താവോ? അങ്ങനെ പറയില്ല, ശല്യാണ് എന്നെ കൊണ്ട്. അല്ല ശല്യാന്ന് പറയാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്തൊരു വൃത്തികെട്ട സ്വഭാവം. ഫുൾ ടൈം എല്ലാവരുടെയോ കാര്യങ്ങളൊക്കെ എല്ലാവരും. ചേച്ചി ഈ ഒരു 4 വർഷം ചേച്ചി സിനിമയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ഞാൻ ഇങ്ങ് വരുന്ന വഴിക്ക് വിക്കിപീഡിയ നോക്കിയപ്പോ കണ്ട സത്യമാണ്. എനിക്ക് തന്നെ 4 വർഷം ഉണ്ടായിരുന്നുള്ളൂ. അതില് ഒരു 18 സിനിമകളെ ആകെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ 18 സിനിമകൾക്ക് ഭയങ്കരമായിട്ടൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റി എന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് അത് കാലഘട്ടത്തിന്റെ ആയിരിക്കും.